ഹലോ. അപ്പോൾ മലയാളി നഴ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ജിപ്മർ വേക്കൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ജിപ്മർ എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒരു എക്സാം സെൻറ്റർ കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അടുത്ത മാസം, അതായത് ഡിസംബർ 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിൻ്റെ എക്സാം വരുന്നത് ഡിസംബർ 18-ാം തീയതിയാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിനകത്ത് അനാട്ടമിയിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹ്യൂമൻ സെല്ല്. എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ സെല്ലെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിനൊക്കെ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനകത്താണെങ്കിലും ഹ്യൂമൻ സെല്ലെന്ന് പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനെങ്കിലും എപ്പോഴും കാണും. അപ്പോൾ ഇതിനകത്ത് ഹ്യൂമൻ സെല്ലെന്ന് പറയുന്ന ഒരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ച് നോക്കാൻ പോകുന്നത്, അത് മുഴുവനായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് ഏരിയാസ് മാത്രമാണ്. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, സെൽ തിയറി എന്താണെന്നും പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽസ് അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കൂടുതലായിട്ട് ഹ്യൂമൻ സെല്ലിനെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ സെല്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് പറയുന്നത്, ഫസ്റ്റ് വൺ ഈ സെൽ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. നമുക്കറിയാം, നമ്മുടെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ്, സിമൻറ്റ് വേണം, ഇഷ്ടിക വേണം, അതേപോലെ തന്നെ കല്ല്, കമ്പി, അതേപോലത്തെയൊക്കെ സാധനങ്ങളാണ് ബിൽഡിംഗ് ബ്ലോക്ക് വീടിൻ്റെ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ലൈഫിൻ്റെ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെല്ലാണ്. സെൽസ് ആർ ദ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഫങ്ഷണൽ മീൻസ് എന്താ, അതിൻ്റെ പ്രവർത്തനം. സ്ട്രക്ചറൽ, അതിനൊരു ഘടന നൽകുന്ന ഇതായിട്ടുള്ള യൂണിറ്റ്, ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് സെൽസാണ്. ഇനി അടുത്ത് ഹിസ്റ്ററിയിലേക്ക് നോക്കാം. റോബർട്ട് ഹുക്ക് ഒബ്സർവ്ഡ് ഹണി കോംബ് ലൈക്ക് ഡെഡ് സെൽസ് ആൻഡ് കോയിൻഡ് ദ ടേം സെല്ല്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആളാണ് ഹണി കോംബായിട്ടുള്ള തേനീച്ച കൂട് പോലെയുള്ള ലൈക്ക് ഡെഡ് സെൽസ് ഒബ്സർവ് ചെയ്തു. അതിനെ അദ്ദേഹം പേര് വിളിച്ചത് സെൽസ് എന്നാണ്. നെക്സ്റ്റ് വൺ ഈസ് ആൻഡൻ ലെവൻ ഹുക്ക് ഫസ്റ്റ് ഡിസ്കവേർഡ് ദ ലിവിങ് സെല്ല്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ചത് എന്താണ്, ഡെഡ് സെൽസിനെയാണ് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തത്. സെൽ എന്ന ടേം കോയിൻ ചെയ്തെടുത്തത് റോബർട്ട് ഹുക്കാണ്. എന്നാൽ ലിവിങ് സെല്ല് ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത ആളാണ് ആൻഡൻ ലെവൻ ഹുക്ക്. ആൻഡ് റോബർട്ട് ബ്രൗൺ ഡിസ്കവേർഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നതിനാണ്, അത് സെൽസിനകത്തുള്ള ഓർഗനലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. റോബർട്ട് ബ്രൗൺ ആണ് ന്യൂക്ലിയസ് ഡിസ്കവേർഡ് ചെയ്തത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി ഓഫ് സെല്ല് ഇസ് കോൾഡ് സെൽ ബയോളജി ഓർ സൈറ്റോളജി. സെല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് സെൽസ് ബയോളജി അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് പറയുന്നു. ഇത് മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റഡി ഓഫ് സെൽ ഈസ് കോൾഡ് സൈറ്റോളജി എന്ന ഓപ്ഷൻ ആയിരിക്കും മെയിനായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി എന്ന് പറഞ്ഞാലും സ്റ്റഡി ഓഫ് സെൽസ് ആണ്. നെക്സ്റ്റ് സെൽ തിയറി എന്താണെന്ന് നോക്കാം. മത്യാസ് ജെ ഷീൽഡൻ ആൻഡ് തിയോഡോ ഷ്വാൻ പ്രപ്പോസ്ഡ് സെൽ തിയറി. ഈ രണ്ട് പേഴ്സൺസ് കൂടി ചേർന്നിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. മത്യാസ് ജെ ഷീൽഡൻ ആൻഡ് തിയോഡോ ഷ്വാൻ. അപ്പോൾ എന്തെങ്കിലും എക്സാംസിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും ഈ പേര് ഓർത്തിരിക്കുക. സെൽ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൾ ലിവിങ് ഓർഗാനിസം ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസമും സെൽസ് കൊണ്ട് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഓഫ് സെൽസ് കൊണ്ട് നിർമ്മിതമാണ്. ഓൾ സെൽസ് ആർ എറൈസസ് ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് ത്രൂ സെൽ ഡിവിഷൻ. പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് വേറൊരു സെല്ല് ഉണ്ടാകുന്നത് സെൽ ഡിവിഷൻ വഴി. അതേപോലെ ദ ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ സെൽസ് കൂടി ചേർന്നതായിരിക്കും ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത്.
ഇതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് സെൽ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ്, സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട 2 ടൈപ്പ് സെൽസാണ് പ്രോകാരിയോട്ടിക് സെൽസ് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ്. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഓരോ ഓർഗാനിസത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോകാരിയോട്ടിക്കും യൂകാരിയോട്ടിക്കും എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രോകാരിയോട്ടിക്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നത്തിങ് ബട്ട് സെൽസ് എന്ന് പറയുന്നത് ഫൗണ്ട് ഇൻ പ്രൈമച്വർ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് സെൽസ് ഹാവ് നോ ന്യൂക്ലിയസ്. സെൽസിന് ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസിനെ പറയുന്നതാണ് പ്രോകാരിയോട്ടിക് എന്ന് പറയുന്നത്. മെയിനായിട്ട് ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മയിലൊക്കെ കാണുന്നത് പ്രോകാരിയോട്ടിക് സെൽസ് ആയിരിക്കും. എന്നാൽ യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഉള്ളത്, അതായത് ഓർഗാനിസം വിത്ത് പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് യൂകാരിയോട്ടിക്സ്. പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിന്, ആ സെൽസിനെ പറയുന്നതാണ് യൂകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടുന്ന ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ യൂകാരിയോട്ടിക് സെൽസാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ പാർട്ട് 2 സെല്ലിൻ്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ, അടുത്ത വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.